ഗജദിനമായി ആഘോഷിക്കുന്ന ആഗസ്റ്റ് 12 മിക്കയിടങ്ങളിലും പലതരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഒരു പരിപാടി സംഘടിപ്പിച്ച ത്രില്ലിലാണ് കൂട്ടാലട തൃക്കുറ്റിശ്ശേരി GUP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. സാധാരണയായി സ്കൂളുകളിൽ ആനയുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളും പോസ്റ്റർ രചനയും കുട്ടികൾക്കായുള്ള ക്ലാസുകളുമൊക്കെയാണ് നടത്തിവരുന്നത്. എന്നാൽ കുട്ടികൾക്കായി ആനയെ തന്നെ സ്കൂളിലേക്ക് എത്തിച്ച് കുട്ടികളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയാണ് തൃക്കുറ്റിശ്ശേരി GUP സ്കൂൾ വേറിട്ടു നിൽക്കുന്നത്. ഗജപരിചയം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആനയുമായി ബന്ധപ്പെട്ട കവിതകൾ, കഥകൾ, പദപരിചയം, ആനയുടെ പരിപാലനം, ഭക്ഷണരീതി, ആനച്ചട്ടങ്ങൾ തുടങ്ങിയവയെപ്പറ്റിയും കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകി. ബാലുശ്ശേരി ഉണ്ണികുളം വേണുഗോപാലൻ നായരുടെ ഉടമസ്ഥതയിലുള്ള ഗോപാൽ എന്ന കൊമ്പനാനയാണ് കുട്ടികൾക്ക് ആവേശമായത്. സ്കൂളിൽ വെച്ച് തന്നെ ആനയൂട്ടും നടത്തി. കുട്ടികളുടെ താല്പര്യം കണക്കിലെടുത്താണ് ഇങ്ങനെയൊരു വ്യത്യസ്തമായ ആഘോഷത്തിന് മുതിർന്നതെന്ന് പ്രധാനാധ്യാപകൻ സുധീർ രാജ് പറഞ്ഞു. ഗവൺമെന്റ് UP സ്കൂൾ തൃക്കുറ്റിശ്ശേരിയുടെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ അക്കാദമിക് മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ട പ്രവർത്തനമാണ് ആ ഗജപരിചയം. ഈ ഗജപരിചയത്തിന് ഞങ്ങൾ നയിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് ആനയോടുള്ള താല്പര്യമാണ്. താല്പര്യപൂർവ്വം കുട്ടികൾ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഈ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ ആനയുമായി ബന്ധപ്പെട്ട പദങ്ങൾ പരിചയപ്പെടും. ആനയുമായി ബന്ധപ്പെട്ട കഥകൾ, കവിതകൾ, അതുപോലെ തന്നെ ആനയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, ഇംഗ്ലീഷിൽ, മലയാളത്തിലൊക്കെ തന്നെ പ്രവർത്തനങ്ങളുണ്ട്. കൊളാഷ് നിർമ്മിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും കുട്ടികൾക്ക് ഈ ഒരു ദിവസം മറക്കാൻ കഴിയാത്ത ദിവസമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. ആ കുട്ടികളുടെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നത്. പ്രീ പ്രൈമറി മുതൽ 7ാം തരം വരെയുള്ള കുട്ടികൾക്ക് ഗജപരിചയം എന്ന പേരിൽ നടത്തിയ ഈ പരിപാടി വേറിട്ട ഒരു അനുഭവമായി തന്നെ മാറി എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ശരിക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഞാൻ ഇതുവരെ ആനയുടെ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഒരു ഭയങ്കര അനുഭവം തന്നെയാണ്. ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ട് ഞാൻ ഇത്ര അടുത്തുനിന്ന് ആനയെ കാണുന്നത്. ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഗുരുവായൂരൊക്കെ പോയപ്പോൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ആനയുടെ അടുത്തുനിന്ന് കാണാൻ. പക്ഷെ അങ്ങനെ കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ആനയ്ക്ക് ഞാൻ എന്താ പറയുക, ഒന്നും വരുന്നില്ല. തങ്ങൾ ഏറെ ആരാധനയോടെ നോക്കി നിന്ന കൊമ്പനെ നേരിൽ വളരെ അടുത്തു കണ്ടപ്പോൾ കുട്ടികൾക്കും കൗതുകം. രാഹുൽ ഇരവട്ടൂർ, ടുഡേ ന്യൂസ്, പേരാമ്പ്ര.